ചൈൽഡ്ഹുഡ് മൂവീസ് നമ്മുടെ എല്ലാവരും ചെറുപ്പത്തിൽ നമ്മളെ വല്ലാതെ ആകർഷിച്ച ഏതെങ്കിലുമൊക്കെ ഒരു മൂവിയാണ്. ചിലപ്പോൾ ആ മൂവിയുടെ സ്റ്റോറി കൊണ്ടായിരിക്കും നമുക്കത് ഇഷ്ടപ്പെട്ടത്, അല്ലെങ്കിൽ അതിലെ സോങ്സ് കാരണമായിരിക്കും, അതും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണമായിരിക്കും. ഞാൻ പറഞ്ഞു വരുന്നത് നമുക്ക് എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള ഏതെങ്കിലുമൊക്കെ ചൈൽഡ്ഹുഡ് മൂവീസ് ആണ്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചില ടോപ്പ് ചൈൽഡ്ഹുഡ് മൂവീസിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ആൻഡ് വീഡിയോയുടെ അവസാനം ഞാൻ എൻ്റെ ഫേവറേറ്റ് ചൈൽഡ്ഹുഡ് മൂവിനെ കുറിച്ച് സംസാരിക്കുന്നതായിരിക്കും. സോ സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ്. ഈ പടം ഇതൊരു പടമായിരുന്നു. എനിക്ക് തോന്നുന്നു പ്രേതങ്ങൾ എന്ന കൺസെപ്റ്റിനെ കുറിച്ച് എന്നെ പഠിപ്പിച്ചത് ഈ പടമാണെന്ന് തോന്നുന്നു. ഒരു കുഞ്ഞു ജെഫിയെ നിക്കറിൽ മുള്ളിക്കാൻ ഇതൊക്കെ ധാരാളമായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയൊന്നുമില്ല. കോപ്പ് ഞാൻ ഇപ്പം മൂത്രം ഒഴിക്കാറ് പോലുമില്ല. പക്ഷേ ഈ മൂവിയുടെ സ്കേറിനെസ് അല്ല എന്നെ ഈ മൂവിയിലോട്ട് വല്ലാതെ ആകർഷിച്ചത്. ഈ മൂവിനെ ഞാൻ ഇപ്പോഴും ഓർത്ത് വെക്കാൻ ഒരു റീസണേ ഉള്ളൂ. ഈ സിനിമ കണ്ടുകൊണ്ട് മാത്രം പ്രേതങ്ങളെ പിടിക്കാറിങ്ങിയ കുറച്ച് അവന്മാരാണ് നമ്മുടെ നാട്ടിൽ. ഓക്കെ, കോമഡി ഒക്കെ അവിടെ നിൽക്കട്ടെ. ജെനുവൻലി ആൻഡ് റെസ്പെക്ട്ഫുള്ളി ഈ സിനിമയിൽ മേഘന ബ്യൂട്ടിഫുൾ ആയിരുന്നു, ഭയങ്കര ബ്യൂട്ടിഫുൾ. അപ്പം എന്നെയും നിന്നെയും പ്രേതം പിടിക്കട്ടെ. നിങ്ങൾ എപ്പോഴെങ്കിലും ആരെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടോ? ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. നിങ്ങൾ സ്നേഹിച്ച ആള് മരിച്ച് ഒരു ഈച്ചയായിട്ടുണ്ടോ? ഇതായിരുന്നു 2012 ഇറങ്ങിയ ഈച്ച എന്ന മൂവിയുടെ ഫുൾ പ്ലോട്ട്. ഞാൻ ചെറുപ്പത്തിൽ ഈ സിനിമ കണ്ടു നോക്കിയപ്പം ഇത് വലിയൊരു സംഭവമാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു അഡൾട്ട് എന്നല്ലേ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഇത് വലിയൊരു സംഭവം തന്നെയായിരുന്നു. നിങ്ങൾക്കറിയാവോ, ഈ മൂവിയിലെ നായകൻ നാനിക്ക് അവൻ്റെ ആ നെയിം കിട്ടിയത് ഈ മൂവി കാരണമാണ്. ഞാൻ ഈ വിച്ച് മീൻസ് ഞാൻ ഈച്ച. ഓക്കെ, ഞാൻ അത് വെറുതെ ഉണ്ടാക്കി പറഞ്ഞ വിറ്റ് മേ ബി അത് റിയൽ ആയിരിക്കും, ആർക്കറിയാം. ഈ മൂവി എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു മൂവിയായിരുന്നു. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ബന്ധുക്കളുടെ മുന്നിൽ ഈ ഡാൻസ് ഒരു നാണോ മാനോ ഇല്ലാതെ കാണിക്കുന്നത്. ഇതോർത്ത് ഇപ്പോഴും പല രാത്രികളിൽ ഞാൻ ഓർക്കില്ലാതെ നടക്കാറുണ്ട്. എന്തൊക്കെയായാലും ഈച്ച വൺ ഓഫ് ദ ബെസ്റ്റ് മൂവി ഫ്രം ഇന്ത്യ. വെയിറ്റ്, എന്തിനാ കുറയ്ക്കുന്നത്? വൺ ഓഫ് ദ ബെസ്റ്റ് മൂവി ഇൻ ദ ഹിസ്റ്ററി ഓഫ് മൂവീസ്. ആൻഡ് ഫൈനലി എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ചൈൽഡ്ഹുഡ് മൂവി. അത് റിവീൽ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ചൈൽഡ്ഹുഡ് മൂവി. ഓക്കെ, നിങ്ങളെല്ലാവരും ക്ലിക്ക് ചെയ്ത് പോകാൻ പറ്റേ. ഞാൻ പറയുന്ന കേൾക്ക്. ഈ സിനിമ ഒരു ഊള സിനിമയാണോ? യെസ്. ഇതിൻ്റെ പ്ലോട്ട് ഒരു ഊള പ്ലോട്ടാണോ? യെസ്. ഇത് പിന്നെയും TV വന്നാൽ ഞാനിരുന്ന് കാണുമോ? യെസ്. ഈ സിനിമയുടെ പ്ലോട്ട് എനിക്ക് വലിയ ഓർമ്മയില്ല, ബട്ട് എനിക്ക് ഓർമ്മയുള്ളത് ഞാൻ നിങ്ങളോട് പറയാം. ഈ സിനിമയിൽ 3 മെയിൻ ക്യാരക്ടേഴ്സാണുള്ളത്. 1 ഒബ്വിയസ്ലി അല്ലു അർജുൻ, 2 അല്ലു അർജുൻ കെട്ടാൻ പോകുന്ന പെണ്ണ്, 3 ആര്യ. അപ്പോൾ അല്ലു അർജുൻ ദീപ്തി എന്ന് പറയുന്ന ഈ പെണ്ണിനെ ഇഷ്ടമാണ്. ഈ ദീപ്തിക്ക് അല്ലു അർജുനെ ഇഷ്ടമാണ്. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഈ സിനിമയിലെ മെയിൻ വില്ലൻ ആര്യയ്ക്ക് ദീപ്തിനെ ഇഷ്ടമാണ്. അതൊരു കുഴപ്പം പിടിച്ച കാര്യമാണ്. കാരണം ആര്യയ്ക്ക് കുറച്ച് കുഴപ്പങ്ങളുണ്ട്. ഈ സിനിമയിലെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ അല്ലു അർജുനും ദീപ്തിയും ഇഷ്ടമുള്ളതുകൊണ്ടല്ല കല്യാണം കഴിക്കുന്നത്. ഇവർ തമ്മിൽ കല്യാണം കഴിക്കുന്നതുകൊണ്ടാണ് അവർക്കിഷ്ടം. മനസ്സിലായോ? അതായത് ഇവർ രണ്ടുപേരും കണ്ടുമുട്ടുന്നത് തന്നെ കല്യാണ മണ്ഡപത്തിൽ വെച്ചാൽ. ഒന്ന് ഓർത്ത് നോക്കിയേ. ഈ സിനിമ കണ്ട ആരെങ്കിലും ഹൈപ്പ് കയറി ഇത് കാണുന്ന പോലെ കല്യാണം കഴിക്കാൻ പോയിട്ട് കറക്റ്റാ മാറ്റി നോക്കുമ്പോൾ ഇത് കാണുന്നത്. ഓക്കെ, ബാക്ക് ടു സ്റ്റോറി. അല്ലു അർജുനും ഈ പെണ്ണും കല്യാണം കഴിക്കാൻ ശ്രമിക്കുന്നു. ആര്യ വന്ന് ഇവിടെ തട്ടിക്കൊണ്ടു പോകുന്നു. അല്ലു അർജുൻ സെക്സിയായി വന്ന് ഇവിടെ രക്ഷിക്കുന്നു. അവർ പിന്നെയും കല്യാണം കഴിക്കാൻ പോകുന്നു. ആര്യ പിന്നെയും കല്യാണം മുടക്കാൻ വരുന്നു. എന്നിട്ട് അവസാനം ആര്യയും അല്ലും കൂടെ ഒരു വലിയ ഏതോ ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റിന്റെ മുകളിൽ കയറിയിട്ട് അടി ഉണ്ടാക്കുന്നു. അല്ലു അർജുൻ വില്ലനെ കൊന്ന് പെണ്ണിനെ കിട്ടി. അടിപൊളി പടം. അപ്പോൾ ഇതാണ് ഇന്ന് ഇത്രയും വലിയ നിലയിൽ എന്നെ എത്തിച്ച ചൈൽഡ്ഹുഡ് മൂവീസ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ വീഡിയോയിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് പോയിട്ടില്ലെങ്കിൽ താങ്ക് യു. പ്ലീസ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.